അതുകൊണ്ട് ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെങ്കിലും ആ ദർശനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടു പോകാൻ സാധിക്കണം. അന്ധമായ വിശ്വാസങ്ങൾക്ക് ഒരിക്കലും പിടികൊടുക്കുക. എല്ലാ വിശ്വാസങ്ങളും അന്ധമാണ്. അനാചാരങ്ങളെ നമ്മൾ തള്ളിക്കളയണം. മഹത്തരമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആചാരങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെ ബഹുമാനിക്കണം, മാതാപിതാക്കൾക്ക് വേണ്ടി എന്ത് നമ്മൾ ചെയ്യണം, മുതിർന്നവരെ എങ്ങനെ ബഹുമാനിക്കണം. നമ്മൾ പരസ്പരം അറിയാണ്ടൊന്ന് കാല് ചവിട്ടിയാൽ നമ്മൾ തൊട്ടുതൊഴും. അതിനെ സയൻസ് വെച്ച് വിശദീകരിക്കാൻ പറഞ്ഞാൽ പറ്റില്ല, കാരണം എല്ലാം ഹ്യൂമൻ ബോഡിയാണ്. പക്ഷെ നമ്മുടെ ഒരു വിശ്വാസമാണത്. നമ്മൾ അറിയാണ്ടെങ്കിലും ഒരാളെ ചവിട്ടിപ്പോയാൽ ആ ഇരിക്കുന്ന ആളെ ഒരു ദൈവീകമായ സങ്കല്പത്തില് നമ്മളൊന്ന് തൊട്ടുതൊഴും. അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആരെയും വേദനിപ്പിക്കാത്ത, ആരെയും ദ്രോഹിക്കാത്ത വിശ്വാസങ്ങൾ. അങ്ങനെയുള്ള എത്രയോ വിശ്വാസങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വന്ന് കൗമാരപ്രായം കഴിയുമ്പോൾ അവർ പ്രണയത്തിലേക്ക് അകപ്പെടുമ്പോഴാണ് പലപ്പോഴും നമ്മൾ തിരിഞ്ഞു ചിന്തിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ വിശ്വാസം കൂടി പഠിപ്പിക്കേണ്ടതായിരുന്നു എന്ന്. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രണയത്തിന് വേണ്ടി മതം മാറിപ്പോകുമ്പോൾ അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, അയ്യോ, നമ്മുടെ വിശ്വാസങ്ങളെ പറ്റി ഇവരോട് പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നുവല്ലോ എന്ന്. മതം മാറ്റിക്കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് ഇതര വിശ്വാസികളെ, സഹോദര മതവിശ്വാസികളെ നമ്മൾ ആക്രമിക്കുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ മതാചാരം, ചട്ടമ്പി സ്വാമികൾ അടക്കമുള്ള നിങ്ങളുടെ മഹാന്മാരുടെ എത്ര കഥകൾ നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? ഒന്നും നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. നിങ്ങൾ ഇതൊന്നും പറഞ്ഞു കൊടുക്കാതെ, ഇതിനുള്ള വേദികളിലേക്ക് നിങ്ങൾ പോകാതെ, ഇതിനുള്ള വേദികൾ നിങ്ങൾ ഒരുക്കാതെ, ആ കുട്ടികൾ എപ്പോഴെങ്കിലും വളർന്നു വന്നൊരു പ്രണയത്തിലകപ്പെടുമ്പോൾ കുറുക്കന്മാർ കൗശലത്തോടുകൂടി ഇവരെ മതം മാറ്റിക്കൊണ്ട് പോകുമ്പോഴാണ് അപ്പോഴും നിങ്ങൾ കുറ്റം പറയുന്നത് അവരെയാണ്. നിങ്ങൾ സ്വയം വിമർശനം നടത്താറില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത്തരം വേദികളിലേക്ക് എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല? ഇപ്പൊ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. എത്ര കുഞ്ഞുങ്ങളുണ്ട്? ഞാനവിടെ സംസാരിക്കുന്ന ടോപ്പിക്ക് ഡിഫറെന്റ് ആയത് എന്തുകൊണ്ടാണ്? അത്രയും പറഞ്ഞു കൊടുക്കത്തക്ക കുഞ്ഞുങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകണം ഇത്തരം വേദികളിൽ. അവരാണ് അറിയേണ്ടവർ, അവരാണ് പഠിക്കേണ്ടവർ. പ്രണയത്തിന് വേണ്ടി മതം മാറുന്നതിന് തീർത്തും എതിർക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം വ്യക്തിത്വമില്ലാത്തവരാണ് മതം മാറുന്നത്. പ്രണയത്തിന് വേണ്ടി മതം മാറണം എന്നൊരാൾ പറയുമ്പോൾ അയാളോട് തിരിച്ചു ചോദിക്കണം, നിങ്ങൾക്ക് മതമാണോ വലുത്, പ്രണയമാണോ വലുതെന്ന് ചോദിക്കുവാനുള്ള ആർജവം ഉണ്ടാകണം. അത് മതത്തിന്റെ പേരിലുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം വിമർശനത്തോട് ചോദിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ മതസംഹിതകൾ, മതത്തിലെ നല്ല ആചാരങ്ങൾ, നല്ല ദർശനങ്ങൾ നമ്മൾ എത്ര പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മളോട് തന്നെ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഒരു ഉത്തരമില്ല. കാരണം സന്ധ്യാനാമം പോലും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ജപിപ്പിക്കാറില്ല. ഞാൻ ഇവിടെ വന്നപ്പോ ഇവിടെ മന്ത്രം, ഒത്തിരി താരാട്ടുപാട്ട്, പിള്ളത്താലോലിപ്പ് പോലെയുള്ള താരാട്ടുപാട്ടുകൾ എല്ലാ ദിവസവും ചൊല്ലുന്നു എന്ന് പറഞ്ഞു ചട്ടമ്പി സ്വാമിജികളുടെ. എത്ര നല്ല കാര്യമാണ്. അതൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഒരു കസ്റ്റമാക്കി, ഒരു രീതിയാക്കി മാറ്റണം. അങ്ങനെ പഠിപ്പിച്ചു വരുന്ന ഒരു തലമുറ ഭാവിയിൽ അവരോട് ആരെങ്കിലും നിങ്ങൾക്ക് മതം മാറിയെങ്കിൽ നല്ലത് കിട്ടുമെന്ന് പറഞ്ഞാൽ അതിന് ചോദ്യം ചോദിക്കാൻ അവർ പ്രാപ്തരാകും. അങ്ങനെ പ്രാപ്തരാക്കാതിരുന്നിട്ട് നമ്മൾ മറ്റൊരാളെ പഴി പറഞ്ഞിട്ട് കാര്യമുണ്ട്. നമ്മുടെ മോൻ കള്ളു കുടിക്കുകയാണ്, കൂട്ടുകാരൻ വിളിക്കുമ്പോൾ പോയി കള്ളു കുടിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കൂട്ടുകാരനെ തെറി വിളിക്കുന്ന പോലെയേ ഉള്ളൂ. എടാ, നിനക്ക് കള്ളു കുടിക്കണോ വേണ്ടയോ എന്ന് തിരിച്ചറിയുവാനുള്ള ബോധം നിനക്കുണ്ടെങ്കിൽ നീ അതിൽ നിന്ന് മാറി നിൽക്കണം. അത് നീ മാറി നിൽക്കാതെ അവൻ വിളിക്കുന്നത് കൊണ്ടാണ് ഞാൻ പോയി കള്ളു കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ നിനക്ക് വ്യക്തിത്വമില്ല എന്നാണ് അതിന്റെ അർത്ഥം. ആ വ്യക്തിത്വമുള്ളവരാക്കി മാറ്റാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പഠിപ്പിക്കണം, നല്ല കാര്യങ്ങൾ പഠിപ്പിക്കണം. അതിനുള്ള വേദികൾ ഇത്തരം സദസ്സുകളിലാണ്. അവിടേക്ക് നിങ്ങൾ കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുവരണം. കാരണം നമ്മളെ തെറ്റായ മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഞാൻ